ദൈവത്തിന് സ്തോത്രം. ഒരു മൊത്തത്തിലൊരു മന്ദത ആൾക്കാരുടെ വരവിലും അല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസങ്ങളിൽ സന്തോഷിക്കുന്നതിലൊക്കെ ഒരു പ്രയാസം, മാനസികമായ പ്രയാസമാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മന്ദതയെന്ന്, അത് എല്ലാവർക്കും ഉണ്ടല്ലേ? ശരിയാണ്. എൻ്റെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ അല്ലയോ എന്നറിയാൻ. എന്തുകൊണ്ടാണോ നമ്മളെല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാനിലോട്ടാണല്ലോ അല്ലേ? ഇറാനിൽ എന്ത് സംഭവിച്ചാലും, ഹോർമൂസിൽ എന്ത് സംഭവിച്ചാലും ഒരു വർഷത്തിനുള്ളിൽ വലിയ സാമ്പത്തിക മാന്ദ്യവും അതിനോട് ബന്ധപ്പെട്ട മറ്റ് പല പ്രയാസങ്ങളും ഒക്കെ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ അനുഭവിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇത് വെളിപ്പാടൊന്നുമല്ല. ഇനി ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കരുതുന്നതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആരോപണമാണെന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലാതെ ഞാനങ്ങനെയല്ല പറഞ്ഞു. ഇത് നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന യുദ്ധം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും പ്രാകൃതമായ ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. പരിഷ്കൃതനാണെന്ന് സ്വയം അഭിമാനിച്ച് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ലോകത്ത് ജീവിക്കാൻ ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് അതെല്ലാം കളഞ്ഞു കുളിച്ച് ഇപ്പോൾ പ്രാകൃതമായ രീതി എന്ന് പറഞ്ഞാൽ ഷേക്കലിന് 2 യവമൊക്കെ വിൽക്കുമെന്ന് പറഞ്ഞ കാലം ഓർമ്മയുണ്ടല്ലോ. അന്ന് ചെയ്ത ആ രീതി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒന്നും ആ നാട്ടിലേക്ക് കിട്ടാതെ, ഇപ്പോൾ ഈ 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് അവിടെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ആർക്കും ശമ്പളം കിട്ടത്തില്ല. കിട്ടിയാൽ പകുതിയിൽ താഴെ അല്ലെങ്കിൽ വളരെ തുച്ഛമായൊരു തുക കിട്ടാൻ പോകുന്നു. കാര്യം അവരുടെ പൈസയില്ല, ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? പട്ടിണിയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ജനം ജീവിക്കാൻ വേണ്ടി തെരുവിലേക്ക് മോഷണത്തിനോ അക്രമത്തിനോ ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചില്ല. നമ്മുടെ വീട്ടിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്വസിക്കാൻ വക. പക്ഷേ ഹൃദയത്തിലെങ്കിലും ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതിനുവേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു. കാരണം നമ്മളെപ്പോലെ മജ്ജയും മാംസവും വികാരങ്ങളും കുടുംബങ്ങളും ബന്ധങ്ങളും ഭാവിയെക്കുറിച്ചുള്ള താല്പര്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണ് അവർ. ദൈവത്തിന് സ്തോത്രം. എനിക്കിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രോതാക്കൾ അതിന് പറ്റിയവരാരും ഇല്ലെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു നിഗമനം. അതുകൊണ്ട് ഞാനത് തൽക്കാലം ഒന്ന് ഒഴിവാക്കും. അടുത്ത ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയതായം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും പരിവർത്തന ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തത് പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും പൂജിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളവരുമാണ്. ഞാൻ ഇതിനകത്ത് പിന്മാറിപ്പോയാൽ എന്നുള്ളൊരു ഭാഗം മാത്രമേ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ഒരു താല്പര്യം അതാണ്. സാധാരണ ആരാധന സമയത്ത് അല്ലെങ്കിൽ പ്രസംഗ സമയത്ത് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ശ്രോതാക്കളുടെ നിദ്രയാണ്. എനിക്കതിൽ വളരെ ആശ്വാസമുള്ളൊരു സംഗതി ഈ അടുത്ത സമയത്ത് വീണ്ടും ഞാൻ ഓർത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു വലിയ പ്രാർത്ഥന, ജീവൻ മരണ പോരാട്ടത്തിൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ അതിലെ ഏറ്റവും ഭക്തനും ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെന്ന് സ്വയം അവകാശപ്പെടുന്നവൻ സുഖമായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് 3 ദിവസം ഇദ്ദേഹത്തിന് ഓൾ നൈറ്റ് പ്രയർ. ഒരു വിധത്തിലും ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. മിക്കവാറും പൊള്ളലൊക്കെ അനുഭവിച്ചായിരിക്കും അത്രയും ആ പ്രാർത്ഥന കഴിച്ചു കൂട്ടിയാന്ന് ആളിനെ മനസ്സിലായി കാണാം അല്ലേ. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രവാചകൻ യോന, അദ്ദേഹത്തെക്കുറിച്ചാണ് പറയാം. ഓക്കെ, നമുക്ക് പിന്മാറ്റത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്മാറ്റത്തെക്കുറിച്ച് സാധാരണ നമ്മുടെ മനസ്സിലൊരു ഡെഫിനിഷനുണ്ട്. അല്ല, നമ്മുടെ എല്ലാ വ്യക്തികളുടെ ഒരു, നമുക്കിപ്പം പിന്മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന നമ്മുടെയൊക്കെ ചർച്ചുകളിലെ ഒരു പ്രത്യേക സ്ഥലവും
ആ സ്ഥലത്തിരിക്കുന്ന ചില പ്രത്യേക ആൾക്കാരും ഒക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരും. പറഞ്ഞതൊക്കെ വളരെ ഡിഫൈൻഡാണ്. ആരാണ് പിന്മാറ്റക്കാരനെന്ന് നമ്മുടെ സമൂഹം നേരത്തെ തീരുമാനിച്ച് വച്ചിട്ടുണ്ട്. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം, പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ, എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ അതല്ല എന്ന് പറയുന്നവരുണ്ട്. അതിനാശ്രയമായിട്ട് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട വാക്യം, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലല്ലോ. അത്രയും തീർത്ത് പറയണം, എങ്കിലേ അത് വരുന്നുള്ളൂ. എല്ലാവരും അന്യഭാഷയിൽ എന്ന് പറഞ്ഞാലൊന്നും ആവുന്നില്ല. ശരിയാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി പ്രാർത്ഥിക്കുന്നവർ തന്നെ പല സ്പീക്കറാണ് കൊണ്ടുവന്നേക്കുന്നത്. ചിലർ സബൂഫർ കാണും, ചിലർ പഴയ സൈസ് കോളാമ്പി കാണും, ഈ മുസ്ലിം പള്ളിയിലൊക്കെ ഇരിക്കുന്ന പോലെ. ചിലർ മറ്റേ ഇയർപോഡായിരിക്കുന്നത്, അതെടുത്ത് ഇങ്ങനെ തിരിച്ചു പിടിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ട എന്ന് തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം എത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസല്ലേ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് ശേഷം വീണ്ടും അവിടെ ഒരു ശുശ്രൂഷ, വീണ്ടും അവരെ പിന്നെയും പോയി സ്നാനപ്പെടുത്തുന്നത് വരെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇല്ലല്ലോ എന്ന് പറഞ്ഞ വാക്യത്തിന് മറ്റെന്തോ ഒരർത്ഥമുണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവരെ വളരെ കുറച്ച് പേരേ ഉള്ളൂ, 10-15 പേരേ ഉള്ളൂ. അതിനകത്ത് ഇത്രയും വലിയ നിർബന്ധമൊന്നും പിടിച്ചോ പിന്നെ ഒരു സ്നാനമൊക്കെ നടത്തി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അന്നത്തെ മീറ്റിങ്ങിൽ ആ സമയത്തൂടെ എന്തെങ്കിലും വചനം പ്രസംഗിച്ച് പോയാൽ മതി. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഈ ലോകത്തിൽ സന്തോഷം തരുന്ന വേറെ സഭകളുണ്ട് നമുക്ക്, അന്യഭാഷ പറയേണ്ടെന്നുണ്ടെങ്കിൽ. അവിടെ കർത്തൃമേശയ്ക്ക് വലിയ ഉപദേശമൊന്നുമില്ല, എല്ലാവർക്കും സ്നാനപ്പെട്ട എല്ലാവർക്കും കർത്തൃമേശ കിട്ടും. അത് കഴിഞ്ഞാൽ പ്രസംഗത്തിന് മുമ്പ് ഒരു ഇൻ്റർവെല്ലുണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അവിടെ. ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇതുപോലെ ദിവസവും ചോദ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്താ വരാത്ത, എന്താ പോകാത്ത. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിശ്വസിക്കുന്നതിനോട് നമുക്ക് തീർച്ചയായും ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതിനെ പരീശത്വം എന്ന് പറയേണ്ടി വരും. പരീശന്മാരുടെ, ഞാൻ അതിൻ്റെ ഒരു 2-3 ഭാഗം ഞാൻ ഇന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും പരീശന്മാരുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അവരുടെ മതത്തിൻ്റെ നിയമം വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ആ നിയമം അനുശാസിക്കുന്നുണ്ടോയെന്ന് അവർ നോക്കുകയും ചെയ്യും എല്ലാവരും, ഒരാളൊഴികെ. ആരൊഴികെ? ആ നോക്കുന്നയാൾ ഒഴികെ ബാക്കി എല്ലാവരും ഇത് അനുശാസിക്കുന്നുണ്ടോയെന്ന് അവർ നോക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ സമൂഹം എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരീശനാകാനാണ് ഇഷ്ടവും. ദൈവത്തിന് സ്തോത്രം. ശബത്തിനെ കുറിച്ച് ദൈവം നേരത്തെ കൊടുത്ത നിയമം എന്താ? ആ ദിവസം നിങ്ങളാരും വേലയൊന്നും ചെയ്യരുത്. ശിഷ്യന്മാർക്ക് വിശന്ന് ആഹാരം കഴിച്ചപ്പോൾ അത് ശബത്ത് ലംഘനമായി. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുക. അത് പിന്നെ സഹിക്കാം. ദൈവാലയത്തിൽ സുഖമില്ലാത്തൊരുത്തനെ കൊണ്ടിരുത്തിയേച്ച് അവർ നോക്കിക്കൊണ്ടിരിക്കുക, ഇവൻ നിയമം പാലിക്കുന്നോ അതോ സൗഖ്യമാക്കുന്നു. എത്ര ഹീനമാണെന്ന് നോക്കുക. ഈ സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നിയമം പാലിക്കുന്നുണ്ടോ അതോ സൗഖ്യമാക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. യേശു ഒരിടത്ത് പറഞ്ഞൊരു മറുപടി എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
മത്തായി സുവിശേഷം 12:1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന് ശിഷ്യന്മാർ വെളിച്ചത്തിന്റെ കതിർപ്പുറത്ത് തിന്നു തുടങ്ങി. പരീശൻ അത് കണ്ടിട്ട്, ഇതാ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നെന്ന് അവരോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? മതി. ന്യായമായിട്ടും തത്വപരമായിട്ട് നോക്കിയാൽ ആ ഒരു മറുപടി ഒരു ആർഗ്യുമെന്റിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു മറുപടി എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. കാരണം ഇവർ ഉയർത്തിയ പ്രശ്നം എന്തിൻ്റെ ആയിരുന്നു? ശബത്തിൻ്റെതാണ്. യേശു മറുപടി പറഞ്ഞ ശബത്തിനെ കുറിച്ചേ അല്ല. ആണോ? ശബത്തിനെ കുറിച്ചല്ല. എന്നാൽ ശബത്ത് ദിവസം നടന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ 2 ലംഘനമാണ് ചെയ്തത്. അവരവിടം വരെ പോയത് തന്നെ ഒരു ലംഘനമാണ്. അല്ലെങ്കിൽ അവരെത്തിനെ യാത്ര ചെയ്യാൻ പാടില്ല. ഇനി യാത്ര ചെയ്തിട്ടോ ദൈവം പറഞ്ഞ വളരെ കൃത്യമായിട്ട് പുരോഹിതന്മാർക്ക് മാത്രമുള്ള കാഴ്ചയപ്പം തിന്നതിനെ കുറിച്ചാണ് യേശു അവരോട് മറുപടി പറഞ്ഞത്. നമ്മൾ സൂക്ഷ്മതയോടെ വേദോസം വായിച്ചാൽ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത്രയും സൂക്ഷ്മമായിട്ട് നിയമം പരിശോധിക്കുന്നവരോട് 6 or 7 തവണ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുവിന് പറയേണ്ടി വന്നു, നിങ്ങൾ വായിച്ചിട്ടില്ലയോ, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനല്ല എന്ന്. അപ്പോൾ മനുഷ്യൻ എന്താ ഇതുകൊണ്ട് സംഭവിക്കുന്നത്? ദൈവം പലതും പറയുന്നു, മനുഷ്യൻ അതനുസരിക്കാൻ പറ്റുന്നില്ല. വായിക്കുന്നതിൻ്റെ കുഴപ്പമാണോ, ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലീഗലൈസേഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു നിയമം വയ്ക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആ നിയമത്തിന് കടുകിട വ്യത്യാസമില്ലാതെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഓരോ സ്ഥലത്തും ട്രാഫിക്കിൻ്റെ ഓരോ നിയമങ്ങൾ നമുക്കൊരു സൈൻ വഴി അല്ലെങ്കിൽ ഒരു അടയാളം വഴി സൂചിപ്പിച്ച് നമ്മളെ നയിക്കുന്നത്. പാലിക്കുന്ന മനുഷ്യർ വളരെ കുറവാണ് നമ്മളായിരിക്കുന്ന ലോകത്ത്. പക്ഷെ എന്നാൽ വളരെ നന്നായി പാലിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാഴ്ച കാത്തിരുന്നാൽ ഒരു വണ്ടിയും വരാത്ത സ്ഥലത്ത് പോലും റോഡിന് കുറുകെ നടക്കണമെങ്കിൽ പച്ച ലൈറ്റ് കണ്ടാലേ നടക്കൂ എന്ന് നിർബന്ധമുള്ള അനുസരണമുള്ള മനുഷ്യരുള്ള ലോകമുണ്ട്. നമ്മളവിടെ ഒരു ഉറപ്പാണ്, നമ്മളവിടെ ഒന്നും നോക്കാൻ പോകുന്നില്ല. രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കുന്നില്ല. ഒരു വണ്ടി വരുന്നോന്ന് കാണാൻ ഒരു ശബ്ദം കേട്ടാൽ മാത്രമേ നമ്മൾ തിരിഞ്ഞു നോക്കാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നടന്നങ്ങ് പോകും. ദൈവത്തിന് സ്വാഗതം. ദൈവം നമുക്ക് നിയമങ്ങളെ തന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ള ബോധ്യം വേണം. അത് മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആദ്യം ഗ്രഹിക്കേണ്ട ഈ ഒരൊറ്റ കാര്യം ഗ്രഹിച്ചാൽ മതി. ഈ നിയമം വെച്ചേക്കുന്നത് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം വയ്ക്കും. മറിച്ച് നമ്മൾ ഈ നിയമം മുഴുവൻ നോക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അടുത്തിരിക്കുന്ന ആൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം. ഈ ഒരൊറ്റ സാധനം നമ്മുടെ തലേയിൽ നിന്ന് അങ്ങ് മാറ്റാന്നുണ്ടെങ്കിൽ ഈ നിയമം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യേശുക്രിസ്തു പലതും പിന്നീട് അവരോട് പറയേണ്ടി വന്നു. നിങ്ങൾ ശബത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സ്വന്തം കാര്യം മുഴുവൻ ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ ഒന്നും ഒരു നിയമവും നിങ്ങൾക്ക് വന്നില്ല. അതിലും ലളിതമായ ഒരു കാര്യം ഒരുവൻ വിശപ്പടക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്ത് പോയി? നിയമത്തിൻ്റെ പരിധിയിലായി. ഒരാൾ സൗഖ്യം പ്രാപിക്കുന്നിടത്തേക്ക് വന്നപ്പോഴത്തേക്ക് അതെന്ത് പറ്റി? അത് വീണ്ടും നിയമത്തിൻ്റെ പരിധിയിലായി. ദൈവത്തിന് സ്വാഗതം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഒരു ദൈവം ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ഇല്ലെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ ഹൃദയം കാണുകയും ഈ പ്രവൃത്തി ചെയ്ത ആളിൻ്റെ ഹൃദയം കാണുകയും ചെയ്യുന്ന ഒരു ദൈവം മുകളിലുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചിന്താഗതി വരുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ ഒരാളുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചിന്താഗതി വരുന്നില്ല.
ഇതില്ല എന്നുള്ള തോന്നലിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ചിന്താഗതി വരുന്നത്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിലൊരു ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാ വാക്യം വായിക്കാതിരിക്കാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. മൂന്നാം വാക്യം തൊട്ട് വായിച്ചു. രണ്ടാം വാക്യം തൊട്ട് വായിച്ചു. യോഹന്നാൻ ആരാധന ചോദിച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തി കേട്ടിട്ട് ശിഷ്യന്മാരെ അയച്ച് വരുവാനുള്ള നീയോ, ഞങ്ങൾ മറ്റൊരുവരെ കാത്തിരിക്കുമെന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെവിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തുന്നു, ദരിദ്രർ സുവിശേഷം അറിയുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പി. മതി. ഈ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഞാനൊരു ഒന്ന് പറയാം. യേശുക്രിസ്തുവിന് പാത നിരപ്പാക്കാൻ വേണ്ടിയാണ് യോഹന്നാനെ ദൈവം അയച്ചത്. യേശുക്രിസ്തുവിന് പാത നിരപ്പാക്കണമെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു അതിന് ഒരു ആവശ്യമുള്ള ആളല്ല. പക്ഷേ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഒരു രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് സ്നാനം എന്ന് പറയുന്നൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല, അത് വീണ്ടും പ്രായോഗികമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ് യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് അവരുടെ സ്നാനങ്ങൾ, മറ്റ് പല സ്നാനങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും പാപമോചനത്തിനായി സ്നാനമേൽക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് യോഹന്നാൻ ജനത്തെ കൊണ്ടുവന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിൽ ഉൾപ്പെടെയുള്ള സ്നാനവുമായിട്ടാണ് യേശുക്രിസ്തു അവരിടയിലേക്ക് ചെല്ലുന്നത്. ഇതാണ് ആ പാത നിരപ്പാക്കുക എന്ന് പറയുന്നൊരു വസ്തുത. ഇനി ഈ പർപ്പസിന് വേണ്ടി വന്ന യോഹന്നാൻ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ഇത് വരുമ്പോൾ ജയിലിലായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, യോഹന്നാൻ്റെ ശുശ്രൂഷയുടെ പരിധിയിൽ വരാത്ത ദേശാധികാരിയെക്കുറിച്ച് അല്ലെങ്കിൽ ദേശം ഭരിക്കുന്ന രാജാവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യഭിചാരത്തെക്കുറിച്ചുള്ളൊരു സംഗതി ഇദ്ദേഹം നേരിട്ട് തെറ്റായിട്ട് പരസ്യമായിട്ട് പറഞ്ഞു. അതാണ് ഇദ്ദേഹത്തെ ജയിലിലാക്കിയത്. അദ്ദേഹത്തെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷയെന്ന് ചിലർ പറയുന്നുണ്ട്, ചിലതല്ല, അദ്ദേഹം പറയേണ്ടതാണ് എന്ന് പറയുന്നു. ഏതായിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായം മെനഞ്ഞെടുത്തു. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റേതായ ബോധ്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജയിലിലായിരിക്കുന്ന ആളാണ് ശിഷ്യന്മാരെ പറഞ്ഞ് ആരടുത്തേക്ക് വിടുന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് വിടുന്നത്. ഇനി നിങ്ങളിതിൻ്റെ ഒരു മറുഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശു അല്ലെന്നിരിക്കട്ടെ, യോഹന്നാൻ കാത്തിരിക്കേണ്ട ആള് യേശു അല്ലെന്നിരിക്കട്ടെ, എങ്കിൽ യോഹന്നാന് കിട്ടാൻ പോകുന്ന മറുപടി എന്താണ്? ഇങ്ങനെ ഒരാളിനെ അങ്ങോട്ട് അയക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിച്ച ആശയം മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചു, യേശു അല്ലെന്നിരിക്കട്ടെ. ജസ്റ്റ് അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു, തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. യോഹന്നാന് മറുപടി കിട്ടാൻ പോകുന്നത് എന്താ? ഒരു ബന്ധവുമില്ലാത്തൊരു മറുപടി കിട്ടാൻ പോകുന്നത്. കാര്യം ഈ ശ്രോതാവിന് അല്ലെങ്കിൽ ഈ ചോദ്യം ചെല്ലുന്നയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ല, അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് യോഹന്നാൻ ചെയ്ത ആ പ്രവൃത്തിയുടെ വ്യാപ്തി മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിനു മുമ്പുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യോഹന്നാൻ യേശുക്രിസ്തു വരുമ്പോൾ ദൂരെ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടോ? നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് വായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് അബ്രഹാം പറഞ്ഞ വാക്കിന് തുല്യമായ സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി 22 അബ്രഹാം പറഞ്ഞില്ലേ, ദൈവം തനിക്ക് യാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ എന്ന് ഇസാക്കിനോട് പറഞ്ഞു. യഹോവ ഈരെ എന്നല്ല പറഞ്ഞത്. ആ 2 വാക്കതിനകത്തുണ്ട്. പക്ഷേ അത് മാത്രമല്ല, എല്ലാവരും ഓർത്തിരിക്കണം. യഹോവ ഈരെ നിന്ന് ആരുടെ മറുപടി പറയാൻ പോകരുത്. ഈ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. അത് ഭയങ്കര നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പറഞ്ഞ യോഹന്നാൻ അത് കഴിഞ്ഞ അടുത്ത നിമിഷം എനിക്കറിയത്തില്ല യോഹന്നാൻ ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ. കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മീയ ശുശ്രൂഷ, ആ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആളിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്
സ്നാനപ്പെടാത്ത ഒരു വിശ്വാസി സ്റ്റേറ്റ് പ്രസിഡന്റിനെ സ്നാനപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാ യോഹന്നാൻ ചെയ്തത് അല്ലേ? യോഹന്നാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, നമ്മൾ വായിച്ചിട്ടില്ല. യോഹന്നാൻ ആരെയാ സ്നാനപ്പെടുത്തിയത്? എന്ത് അധികാരം കൊണ്ടാ? ദൈവം കൊടുത്ത അധികാരം കൊണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും മേൽ കാണുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ മൂന്നാളത്വങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ യോഹന്നാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് ആണിതിലെ വ്യാപ്തി, ഇതിലെ പ്രസക്ത ഭാഗം. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആദ്യം പറഞ്ഞ വസ്തുതയിലേക്ക് തിരിച്ചു പോകേണ്ടത്. നമ്മൾ എന്ത് വിചാരിച്ചുകൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തെ സ്വീകരിച്ച് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു? ആ തീരുമാനത്തിൽ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? പിന്മാറ്റക്കാരനെന്നുള്ള ലോകത്തിൻ്റെ ഡെഫിനിഷനൊക്കെ പോട്ടെ, നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നു? നമ്മൾ മുമ്പോട്ടാണോ പുറകോട്ടാണോ? എനിക്കറിയാം മിക്കവാറും എല്ലാവർക്കും പറയാനുള്ള ഞാൻ നിന്നിടത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം ലോകത്തില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു, 2 വയസ്സായിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. 2 വയസ്സായി നടക്കണം കേട്ടോ. പന്ത്രണ്ട് വയസ്സായ കുട്ടി 3 ദിവസമോ 4 ദിവസമായി ആഹാരം കഴിച്ച് പുറത്തേക്കൊന്നും പോകുന്നില്ല, ആശുപത്രി കൊണ്ടുപോകും. ഇതുപോലെ വളർച്ചയുടെ ഓരോ മേഖലകളിലും ആ സമയത്ത് നടക്കേണ്ട മാറ്റം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വളർച്ച ആഗ്രഹിച്ചിരിക്കുന്നയാൾക്ക് ഭയങ്കരമായ ആകാംക്ഷയുണ്ടാകും, ഭയമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോ സൃഷ്ടാവിന് എന്ത് തോന്നുന്നു നമ്മളെക്കുറിച്ച്? ഇനി നിങ്ങൾ പാസ്റ്ററെ അങ്ങ് മാറ്റിക്കോ, കൂട്ടു സഹോദരങ്ങളെ മുഴുവൻ മാറ്റിക്കോ, സൃഷ്ടാവ് വന്ന് മുമ്പിൽ നിന്ന് നോക്കുകയാണ്, നമ്മൾ പിന്മാറ്റത്തിലാണോ അതോ മുമ്പോട്ടാണോ? വളരെ എളുപ്പം തീരുമാനിക്കാൻ പറ്റും. ആരും നിങ്ങളെക്കുറിച്ചൊന്നും പറയുകയൊന്നും വേണ്ട, നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മാത്രം മതി. കാരണം അത്തരം സ്വഭാവത്തിന് വലിയ വ്യാപ്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പറഞ്ഞ സംഗതി സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വസ്തുതയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. യോഹന്നാന്റെ സ്ഥാനം എവിടെ പോയി? ഇത്രയും വലുതായിട്ട് ജനിച്ചയാള് ജനിക്കുമ്പോൾ ഉള്ള തിരഞ്ഞെടുപ്പാണ് അത് ഭയങ്കരമായിട്ടുള്ളത്. വളരെ അപൂർവം പേർക്കേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ തിരഞ്ഞെടുപ്പ്. അപൂർവം പേർക്കല്ല, എനിക്ക് തോന്നുന്നു വേറെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിനും യോഹന്നാനും ഒഴികെ വേറെ ആർക്കും ജന്മത്തിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ല. ഇത്രയും വലിയൊരു തിരഞ്ഞെടുപ്പ് കിട്ടിയ ആളിന് ഇത്രയും വലിയൊരു താഴ്ച സംഭവിച്ചത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് യോഹന്നാൻ നിൽക്കുക. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഭയം തോന്നും. നമ്മുടെ മേൽ വീണ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം ഇന്നും ചോദിച്ചാൽ സൃഷ്ടാവിൻ്റെ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് നിങ്ങളുള്ള സൃഷ്ടാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അതറിയണം. പല ദൈവദാസന്മാരെയും കണ്ടു നോക്കി, ആരും ഒന്നും ഇതേവരെ പറഞ്ഞില്ല. എനിക്കറിയത്തില്ല ഈ ടേമിൻ്റെ അർത്ഥം എന്താണ്. പച്ചിലയും കത്രികയും പോലെ ഉള്ള പ്രവാചകന്മാരെ അവരെ കണ്ടു നോക്കി, ആ സംഗതി എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഒരുപാട് പേര് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞു. ഈ പ്രവചനവും പച്ചിലയും കത്രികയും തമ്മിലുള്ള വ്യത്യാസം അതുപോലുള്ള ബന്ധം
എനിക്ക് ആകെ ഇത് പച്ചിലയല്ല ഉണങ്ങിയ ഇലയുടെ അറിയാം. ഈ ബീഡി തീർക്കാൻ വേണ്ടി ഇല കത്രിക വെച്ച് വെട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്കറിയില്ല. പിന്നെ ഈ ചെടി പരിപാലിക്കുന്ന ഗാർഡനർ എന്ന് പറയുന്നവർ ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഓരോ ദിവസവും ഉണ്ടായിരിക്കും. സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സൃഷ്ടാവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം ഓരോ ദിവസവും നമ്മൾ ആരായുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. സൃഷ്ടാവിൻ്റെ ഇഷ്ടം മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതല്ല എന്നുണ്ടെങ്കിൽ മരിക്കുന്നതിൻ്റെ തലേദിവസവും നമ്മൾ എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ നിങ്ങളെക്കുറിച്ച് പിടിയില്ല, ദൈവരെ ഒന്നും സംസാരിച്ച് കേട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു സൂചന കൂടെ ഞാൻ പറയാം. ഇപ്പം നടക്കുന്ന ഒരു സംഭവം, നമ്മുടെ നാട്ടിൽ ഈ 5-6 തൊഴിലുകൾക്കായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ച് അവർ അവിടെ ജോലിയും പഠിത്തത്തിൻ്റെ കുറേ ചിലവ് അവർ വഹിച്ച് ജോലിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരാളെ മേശനായിട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയി. പഠിത്തം തീരുമ്പോൾ അവൻ എന്ത് ജോലിയാണ് കിട്ടാൻ പോകുന്നത്? കമ്മീഷനായിട്ടാണ്. ആന്നേ, നിങ്ങൾക്ക് ആ സംഗതി എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ. ദൈവം നിങ്ങളെ ജീവിതത്തിൽ ഓരോ സമയത്തും നിങ്ങളെ എന്താണ് പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജോലി. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണമെന്നില്ല. കാര്യം ഈ ലോകം പറയുന്ന മാനമൊന്നും ഹീനമൊന്നും ഒക്കെ പറയുന്ന ചില സാഹചര്യങ്ങളും മേഖലകളും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന് അങ്ങനൊന്നുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു കഴിഞ്ഞാൽ ആരായാലും അത് ലോകം മാനിക്കുമെന്നുള്ളതൊന്നും ദൈവത്തിന് പ്രസക്തമല്ല. ദൈവം പ്രസാദിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ആ പിന്മാറിപ്പോയാൽ നമ്മളെ തിരിച്ചു പുതുക്കാൻ പറ്റത്തില്ലെന്നാണ്. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഭാഗം പറയണമെന്ന് വിശദീകരിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ല. അത്ര ഒരു സന്തോഷമല്ലാത്തൊരു സംഗതിയാണ് ആ വചനഭാഗം. അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള ഭാഗം വരെ എടുക്കുക, നമ്മൾ അവിടം വരെ എത്തിയാൽ മതിയെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇനി ഒരിക്കലും പിന്മാറാനൊരവസ്ഥ എനിക്കുണ്ടാകരുത്. ദൈവം എന്നെക്കുറിച്ച് നിയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാനും അത് ചെയ്യാനുമുള്ള പ്രാപ്തി എനിക്ക് വേണം. അതിൽ നിന്ന് പുറകോട്ട് പോയി ആ ദൈവം എന്നെ ആക്കിയ അവസരത്തിൽ നിന്ന് നഷ്ടമായി പോയി ഏറ്റവും താഴ്ച ഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവത്തിൽ വിശ്വാസം വന്നിട്ടാണ് നമ്മൾ ദൈവത്തിങ്കിലേക്കുള്ളൊരു തീരുമാനം എടുത്തു വെച്ച് ഈ രക്ഷയിലേക്ക് കടന്നു വന്നതും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും അത് അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ വിശ്വാസവും സന്തോഷവും എല്ലാം കാലക്രമേണ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ കഴിയാത്തതുകൊണ്ടാണ്. ഓരോ ദിവസവും ദൈവമായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവം സംസാരിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തികളെ കാണാൻ നമുക്കിടയായിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ വിപരീത ഭാഗമാണ് ഈ വളർച്ചയില്ലാതെ വരുന്നതിൻ്റെ ആ ലക്ഷണമാണ് പരീശത്വം. ഞാൻ അതുകൊണ്ടാണ് പരീശത്വം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയെടുത്തത്. കാരണം ഇന്ന് സഭകളിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു വസ്തുതയാണ് പരീശത്വം. പ്രത്യേകിച്ച് നമ്മളത് കേരളത്തിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വഭാവം മാത്രമല്ല, ഈ പൈശാചികമായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമാണെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലായിടത്തും ഉണ്ട്. ഒരു വിശ്വാസി ഒരു വിധത്തിലെങ്കിലും ഏത് വിധത്തിലും ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും നന്മ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 4 കുറ്റം പറയുന്ന പുറത്ത് ആളുണ്ടാവും. അവർക്ക് നല്ലതോ ചീത്തയായ പരീക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം, ഈ റെയ്നാഡ് ബോംഗെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കൺവെൻഷൻ നടത്തിയൊരു നല്ല ധനവാനായിരുന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം അവസാനം അമേരിക്കയിൽ ചാരിറ്റിക്ക് വേണ്ടി പരസ്യം കൊടുത്ത് പണം പിരിച്ചാണ് ചികിത്സ നടത്തി തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അദ്ദേഹത്തിന് അതുപോലെ ഒരു രോഗം ബാധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം സമ്പത്ത് മുഴുവൻ തീർന്നിട്ട്
ഒരാളും വിചാരിച്ചില്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് അങ്ങനെ ഒരു ചികിത്സയെ തീരുമെന്നുള്ളത്. അത്ര വലിയ സമ്പത്തുള്ളായിരുന്ന മനുഷ്യന് അത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചാരിറ്റിയിൽ നിന്ന് പണം വാങ്ങി അദ്ദേഹത്തിന്റെ ചികിത്സ പൂർത്തിയാക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഓരോ വിധത്തിലൊക്കെ സംഭവിച്ചെന്നിരിക്കും. പക്ഷേ ഒരു വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇടപെടരുത്. ഉദാഹരണത്തിന് ഇപ്പം സാം കോടതിയുമായിട്ടൊരു കേസുമായിട്ട് പോയേക്കാണ്. ആ വിധി അവർ പറയുന്നതിന് മുമ്പേ നമ്മൾ ആരെങ്കിലും വിധി പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വിധി ആര് കൽപ്പിക്കുന്നുണ്ട്? സൃഷ്ടാവ് കൽപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആർക്കും വിധി പറയാൻ ശ്രമിക്കരുത്. നമുക്ക് ഏറ്റവും നന്നായിട്ട് വിധി പറയാം. ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ഇത് മാത്രമേ നമ്മൾ ഓരോ ഒരു നിയമവും മനസ്സിലാക്കുമ്പോഴും നമുക്ക് ആകെ പരിഗണിക്കേണ്ട ഒറ്റ ഒരാൾ ആരെക്കുറിച്ചാണ്? നമ്മളെക്കുറിച്ച്. ഞാൻ ആദ്യം പറഞ്ഞ സംഗതി ഇതാണ്. ഇത് മാത്രം നമ്മൾ പരിഗണിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാനിടയാണ്. ഓരോ വ്യക്തിയെയും ദൈവം കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക. ദൈവം ഓരോരുത്തരെയും മുഖവിലേക്ക് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാനിതോടെ പറഞ്ഞങ്ങ് നിർത്താം. യേശുക്രിസ്തുവിനോട് യൂത ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പണം കട്ടെടുത്ത് വെച്ച് യേശുവിൻ്റെ മുമ്പിൽ മാന്യനായിട്ട് പെരുമാറി മുമ്പിൽ സ്നേഹം തന്നെ അഭിനയിച്ചു. യേശു അവനോട് വല്ലതും പറഞ്ഞോ? യേശു അന്നേരം എന്താ ഇതറിയുന്നുണ്ട്. പക്ഷെ യേശു അന്നേരം നമ്മുടെ കോട്ടിലാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ കോട്ടിലാണ്, നമ്മുടെ വസ്ത്രം അണിഞ്ഞാണ് യേശു ക്രിസ്തു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ദൈവിക സ്വഭാവത്തിൽ അറിയുന്ന ഒരറിവ് വെച്ചും യേശു എന്ത് ചെയ്തില്ല? പെരുമാറിയില്ല. യൂദ കൊടുത്ത വസ്തുതകൾക്ക് അത് മുഖവിലക്കി അത് അതുപോലെ പരിഗണിച്ചു, അതുപോലെ പെരുമാറി. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് പരിഗണിക്കപ്പെടാനൊക്കത്തില്ല. ദൈവം ശരിയായ പ്രവൃത്തിക്കുള്ള പ്രതിഫലം അവന് കൊടുത്തു. ദൈവത്തിന് സ്വാതന്ത്ര്യം. അപ്പോൾ ഓരോരുത്തരും വേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോളും. അതിന് നമ്മൾ ഇടനിലക്കാരൊന്നും ആവേണ്ട, നമുക്ക് ആകാൻ പറ്റത്തുമില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച സ്ഥാനം, നമ്മുടെ സൃഷ്ടാവ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഇത് തികച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ അത് പ്രാപിക്കാൻ പറ്റുന്ന വിധത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് യാത്ര ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് വെച്ചു.